ഞാൻ 9ാം ക്ലാസ്സിൽ 2 വട്ടം പരാജയപ്പെട്ടവനാണ്. എന്റെ കൂടെ പഠിച്ച കാലത്ത് ഡിസ്റ്റിങ്ഷൻ നേടിയവരും റാങ്ക് നേടിയവരും MBA-കാരുമൊക്കെ ഇന്ന് എന്റെ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളാണ്. ഈ നിൽക്കുന്ന ബിജുവും റാബിയും ഒക്കെ എന്റെ സ്റ്റാഫായി ജോലി ചെയ്തു. ഞാൻ ചെറുപ്പത്തിലെ 9ാം ക്ലാസ്സിൽ തോറ്റു നിൽക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ബിസിനസ്സും കച്ചവട ആശയങ്ങളും ഒക്കെ പറയുമ്പോൾ എന്റെ സഹപാഠികളും സമൂഹവും അയൽവക്കക്കാരും ഒക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത നിനക്ക് എന്ത് ബിസിനസ്, നിനക്കെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും, നീ വാപ്പയുടെ കൂടെ മീൻ കൊടുക്കാൻ പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിച്ചവരും. പക്ഷേ അന്നൊന്നും എന്റെ വാപ്പ എന്നെ മാറ്റി നിർത്തിയില്ല. എന്റെ ആശയങ്ങളും എന്റെ ആഗ്രഹങ്ങൾക്കുമൊക്കെ പിന്തുണ തരികയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെറിയൊരു മുതൽ മുടക്കിൽ എന്നെ വിദേശത്ത് അയക്കുവാനുമൊക്കെ ശ്രമിച്ച വാപ്പയാണ് എന്റെ ഈ വിജയത്തിലേക്ക്. ഇന്ന് മാതാപിതാക്കളോട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മക്കൾക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാതെ, അവരെ മാറ്റി നിർത്താതെ, അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രോത്സാഹിപ്പിച്ച് ജീവിത വിജയം നേടാനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്. ഞാൻ ഈ ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ തന്നെ ഞാൻ രാഘവേട്ടനോട് പ്രത്യേകം പറയുകയുണ്ടായി, വിജയിച്ചവരെ മാത്രമല്ല നമുക്ക് വേണ്ടത്, പരാജയപ്പെട്ടവരും മാർക്ക് കുറഞ്ഞവരും ഒക്കെ നമ്മുടെ ഈ വേദിയിൽ വേണം എന്നുള്ളത്. വിജയിച്ചവരെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു. അതുപോലെ തന്നെ പരാജയപ്പെട്ടവരെയും ഞാൻ അനുമോദിക്കുന്നു. കാരണം വിജയം ഒന്നിന്റെയും തുടക്കമോ പരാജയം ഒന്നിന്റെ അവസാനമോ അല്ല.